എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടീൻ്റെ അളവിൽ ഒരു ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ടോപ്പ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ഒപ്പം നമ്മൾ നെക്ക് പോർഷനിലായിട്ട് മെഷീൻ എംബ്രോയിഡറി ചെയ്യുന്നുണ്ട്. മെഷീൻ എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ മെഷീൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് എംബ്രോയിഡറി വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഒരു 4 വയസ്സുള്ള കുട്ടീൻ്റെ അളവിലാണ് ഞാൻ ഈ ഒരു ടോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തുണി ഇവിടെ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. തുണീൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ വിഡ്ത്ത് 11 ഇഞ്ചും ലെങ്ത്ത് 15 ഇഞ്ചിലുമാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മാർക്കിംഗ് ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ സ്ലീവ് വേറെ തന്നെ കട്ട് ചെയ്തിട്ടൊന്നുമല്ല ചെയ്യണത്, ഒപ്പരമാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളൊരു ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രോക്ക് പോലെ ചെയ്യാം. പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വലിയ ആളുകളുടെ അളവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് പറ്റിയിട്ടുള്ള ജീൻസിന് വേണ്ടിയിട്ടുള്ള ടോപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ അളവ് മാർക്ക് ചെയ്യാം. സാധാരണ നിങ്ങൾ എത്രയാണോ ഷോൾഡർ എടുക്കണേന്ന് വെച്ചാൽ അതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടി ഷോൾഡർ എടുക്കുക. കാരണം നമുക്ക് സെൻറ്ററിൽ ഒരു കട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നോർമൽ എത്രയാണോ ഷോൾഡർ എടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് എത്രയാണോ സ്ലീവ് വേണ്ടതെന്ന് വെച്ചാൽ ആ സ്ലീവ് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. അപ്പോൾ ഇവിടെ 2.5 ഇഞ്ചാണ് ഞാൻ സ്ലീവിന് വേണ്ടി കൊടുക്കുന്നത്. ആ 2.5ൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കുമ്പോൾ 3.5 ഇഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തു. അപ്പോൾ 5.5 ഇഞ്ചാണ് അതായത് 5 ഇഞ്ചാണ് ഷോൾഡർ. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ചേർത്തിട്ട് നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ 3.5 ഇഞ്ച് സ്ലീവിന് കൂടിയിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് ആയിട്ട് 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഈ മൂന്നും നമ്മൾ ഒരേ ലൈനിലാണ് മാർക്ക് ചെയ്തത്. ഇനി നേരെ താഴോട്ടേക്ക് നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ സാധാരണ ആം ഹോൾ മാർക്ക് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് ലൂസ് വേണം ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ മാർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂട്ടി മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊരു 6 ഇഞ്ച് അത്യാവശ്യം ഒരു ലൂസിന് വേണ്ടിയിട്ട് 6 ഇഞ്ച് ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പോയിന്റ് നമ്മൾ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ആം ഹോൾ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്ന്, ഇത് ശരിക്കും ആം ഹോളല്ല, ശരിക്കും നമ്മുടെ സ്ലീവിൻ്റെ സൈഡ് വശം, അതായത് ബോട്ടം വശമാണ് വരുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ആ ആം ഹോളിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഉള്ളോട്ടേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. കാരണം ആ ഭാഗത്ത് നമുക്കിത് മടക്കി തയ്ക്കാനുള്ളതാണ്. ഞാൻ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടീൻ്റെ അളവാക്കിയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. ഇതേപോലെ തന്നെ മാർക്കൊക്കെ ചെയ്യുക കേട്ടോ. ഇനി നേരെ ടോപ്പിൽ നിന്ന് നമുക്ക് എത്രയാണോ ഷേപ്പ് എന്ന് വെച്ചാൽ ആ ഷേപ്പ് മാർക്ക് ചെയ്യാം. അപ്പോൾ 9 ഇഞ്ചിലാണ് ഇവിടെ ഷേപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ 9 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ എൻഡ് പോയിന്റുകൾ തമ്മിലൊന്ന് ഇതേപോലെ കർവാക്കി വരയ്ക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ആ 1 ഇഞ്ച് ഉള്ളോട്ടേക്ക് വരച്ച ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തുള്ള പോയിന്റ് നേരെ താഴോട്ടേക്കാണ് വരയ്ക്കേണ്ടത്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള മിസ്റ്റേക്കാണ്. ഞാനത് കട്ട് ചെയ്യുമ്പോൾ ശരിയാക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ചോ 1 ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴ്വശം കൂടി ഒന്ന് കർവാക്കി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വരയ്ക്കാം. ഇതൊരു ചെറിയ ടോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളത് വരയ്ക്കുന്നില്ല. നിങ്ങളൊരു ഉടുപ്പ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്ലോപ്പ് ചെയ്ത് വരയ്ക്കുന്നത് നന്നായിരിക്കും. മുകളിൽ നമ്മൾ ഷോൾഡർ കൊടുത്തിട്ടുള്ളത് 5.5 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ താഴേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഷോൾഡർ മുകളിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് താഴെ മാർക്ക് ചെയ്യുക. അതായത് ഏറ്റവും താഴെ, ഈ ഒരു ടോപ്പിൻ്റെ ഏറ്റവും താഴത്തുള്ള ബോട്ടം ഭാഗത്ത് നിങ്ങൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ 2 പോയിന്റും കൂടി ഒന്ന് വരയ്ക്കുക. അത് നമുക്കൊരു ഗ്ലാസ് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ഷേപ്പ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു ചെരിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി 2.25 ഇഞ്ച് നമ്മൾ നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ നെക്കിന് 2 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. ഫ്രണ്ടിലെ നെക്കിന് 2.5 ഇഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് 2 ഭാഗത്തേക്കും കൂടി റൗണ്ട് നെക്ക് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ആ 1 ഇഞ്ച് എന്നോടത് മിസ്സായി പോയതാണ്. അപ്പോൾ ആ 1 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് വേണം താഴോട്ടേക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ അതായത് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ആദ്യമേ മാർക്ക് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ഈ സ്ലോപ്പ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ 9 ഇഞ്ചിൽ ഷേപ്പ് മാർക്ക് ചെയ്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നമ്മൾ ഇതേപോലെ ഒരു കട്ട് കൊടുക്കണം. 4 പീസും കൂടി ഒന്നിച്ച് വെച്ചിട്ട് വേണം കട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം അവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു കയർ വെച്ചിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കട്ട് ഇതേപോലെ കൊടുക്കുക കേട്ടോ.
ഇനി നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്ത ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതായത് ഒരു ഗ്ലാസ് ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ പ്രകാരവും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. ആ ലൈൻ പ്രകാരം നമ്മൾ എല്ലാ പീസും 4 പീസും കൂടി ഒന്നിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ പീസിൻ്റെ നെക്കും കൂടി നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നെക്ക് പോർഷനിൽ ചെറുതായിട്ടൊരു എംബ്രോയിഡറി പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോർമൽ മെഷീനിൽ എംബ്രോയിഡറി ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കോട്ട്. ഞാനിവിടെ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെറുതായിട്ട് അതെങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ 7 ഇഞ്ച് ലെങ്ത്തിൽ എത്രയാണോ നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് വിടുത്ത് എന്ന് വെച്ചാൽ ആ വിടുത്തിനനുസരിച്ചിട്ട് ഒരു ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ പീസിൻ്റെ ചീത്ത വശത്തായിട്ട് ഈ ക്യാൻവാസ് പേപ്പർ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഇതുപോലെ ക്രോസ് ആയിട്ട്, അതായത് 3/4 ഇഞ്ച് ഇട്ടിട്ട് നമ്മളിതുപോലെ സ്കെയിൽ വെച്ചിട്ട് ക്രോസ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആങ്കർ ത്രെഡ് എന്ന് പറയുന്നത് നമ്മുടെ എംബ്രോയിഡറിക്കൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡാണ്. അത് ഇതുപോലെ ബോബിൻ കേസിൽ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ബോബിൻ ഇതേപോലെ ബോബിൻ കേസിനകത്ത് സാധാരണ നമ്മൾ നൂലിട്ട് കൊടുക്കില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ എങ്ങനെയാണോ മെഷീനിൽ അത് അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ, അതായത് ബോബിനിൽ നമ്മൾ ഏത് കളറാണോ ത്രെഡ് ഇട്ടതെന്ന് വെച്ചാൽ അതേ സെയിം കളർ ത്രെഡ് തന്നെ നമ്മൾ മുകളിൽ കൊടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് വേറെ കളർ വരുമ്പോൾ അതും ഭംഗിയാണ്, എന്നാലും കുറച്ചും കൂടി പെർഫെക്ഷൻ സെയിം കളർ കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതാണോ ബോബിനിൽ നൂലിട്ടതെന്ന് വെച്ചാൽ അതേ നൂലിൻ്റെ സെയിം കളർ നൂല് നിങ്ങൾ മുകളിലിട്ട് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ നൂലെടുക്കുന്ന പോലെ തന്നെ ബോബിനിലെ നൂല് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ബാക്ക് വശത്താണ്, അതായത് ബാക്ക് വശത്താണ് ക്യാൻവാസ് പേപ്പർ ഇരിക്കുന്നത്. അപ്പം ബാക്ക് വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ബോബിനിൽ വരുന്നിട്ടുള്ള നൂല് വരുന്നത് നമ്മുടെ നല്ല വശത്തായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു വേസ്റ്റ് തുണി എടുക്കുക. വേസ്റ്റ് തുണി എടുത്തിട്ട് ജസ്റ്റ് റാൻഡമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടാണോ സ്റ്റിച്ച് വരുന്നതെന്ന് നോക്കുക. കെട്ടുകളൊന്നും കുടുങ്ങാതെ നന്നായിട്ടാണോ വരുന്നതെന്ന് നോക്കുക. അതെ, നന്നായിട്ടാണ് നമ്മുടെ സ്റ്റിച്ച് വന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ വരച്ചതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ക്യാൻവാസ് പേപ്പറിൽ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈറ്റൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. നമുക്ക് വളരെ നോർമലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ധൃതി പിടിച്ചിട്ട് പെട്ടെന്നൊന്നും സ്റ്റിച്ച് ചെയ്യരുത്, വളരെ പതിയെ മെല്ലെ ചെയ്യുക. സാധാരണ നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ ആ റണ്ണിങ് സ്റ്റിച്ച് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്താൽ ക്രോസ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെയും നിങ്ങൾക്ക് വീഡിയോയിൽ വെറുതെ കാണിക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി 3 വശം, അതായത് മുകൾ വശമായാലും ശരി സൈഡിലുള്ള വശങ്ങളായാലും ശരി നമ്മളൊന്നും ചെയ്യേണ്ട. പക്ഷേ താഴ്വശത്ത് വന്നിട്ടുള്ള ത്രെഡുകൾ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക, കെട്ടിട്ട് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. പക്ഷെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് താഴെ നമ്മൾ എംബ്രോയിഡറി ത്രെഡ് ഇട്ടത് കാരണം ചിലപ്പോൾ കെട്ട് കുടുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് നീളത്തിൽ ത്രെഡ് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ആ ത്രെഡിന് ഇതേപോലെ കെട്ടിട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. താഴ്വശം മാത്രം ചെയ്താൽ മതി, ബാക്കി 3 വശവും ചെയ്യേണ്ട. നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ എംബ്രോയിഡറി ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള എംബ്രോയിഡറി ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മെഷീൻ ത്രെഡ് ഉണ്ടാവുമല്ലോ, ഒരുപാട് അതായത് നമ്മുടെ കയ്യിൽ എന്തായാലും മെഷീൻ ത്രെഡ്സ് ഉണ്ടാവും. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 3-4 പ്രാവശ്യം എടുക്കുക. അതായത് ഒറ്റ ചൊറയായിട്ടല്ലേ നമ്മൾ എടുക്കുക, അതായത് ഒരു പ്രാവശ്യം ത്രെഡ് എടുക്കുകയല്ലേ നമ്മൾ ചെയ്യുക. അതൊരു 3-4 പ്രാവശ്യമാക്കിയിട്ട് വലിയ സൂചിയിൽ എടുക്കുമ്പോൾ അത്യാവശ്യം കട്ടി ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ക്രോസ് ആയിട്ട് വരുന്ന ഭാഗത്ത് തുന്നി കൊടുക്കുക. ഇങ്ങനെ ചെയ്യണതിനെ ലേസി എന്നാണ് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇതേപോലെ എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടാണ് ബാക്കി ഇത് മൊത്തം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തന്നോന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇതേപോലെ റൗണ്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്യും. ഇത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. നമ്മളിതുപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്, 1 ഇഞ്ച് വിടുത്തുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റ് 2ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട്. ഈ കട്ട് കൊടുത്തതിന് ശേഷം ഈ ക്രോസ് പീസ് ഒന്ന് ഇതേപോലെ നിവർത്തി കൊടുത്തിട്ട് നമ്മൾ ആ ക്രോസ് പീസിൽ കൊള്ളുന്ന രീതിയിലൊരു സ്റ്റിച്ച് ചെയ്യുക. ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത പീസും അതുപോലെ തന്നെ ഈ ഒരു തുണിയും ഒന്നിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നതിന് ശേഷം മറിച്ചിട്ട് ഉള്ളോട്ട് എടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിലെ നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. യെല്ലോ കളർ ത്രെഡ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഞാൻ ഇതേപോലെ ഒരു യെല്ലോ കളർ പീസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ നമുക്കൊരു
ഒരു ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് കളറാണോ ത്രെഡ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ കളർ തന്നെ പീസ് എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇതേപോലെ 1 ഇഞ്ച് പീസ് എടുത്തിട്ട് നമ്മൾ കറക്റ്റ് 2ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പീസ്, ആ പീസും കൂടി വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, സെയിം ഇതേപോലെ. ജസ്റ്റ് നമുക്കവിടെ ഒരു യെല്ലോ കളർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. നല്ല പ്യുവർ ക്ലോത്ത് ആയതുകൊണ്ട്, പ്യുവർ കോട്ടൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈനിങ് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ക്ലോത്ത് വളരെ തിന്നാണെന്നുണ്ടെങ്കിൽ ലൈനിങ് യൂസ് ചെയ്യണമെങ്കിൽ ലൈനിങ് യൂസ് ചെയ്യാം. ഫ്രണ്ടിലെ നെക്ക് ഫിനിഷ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതേപോലെ ബാക്കിലെ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു 4 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 4 ഇഞ്ച് എന്നുള്ളത് നിങ്ങൾക്ക് അത്ര ഇറക്കം വേണ്ട, ബാക്കിൽ അത്രയും ഓപ്പണിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 3 ഇഞ്ച് കൊടുക്കാം. എന്തെങ്കിലും ഒരു ഓപ്പണിങ് കൊടുക്കണം കേട്ടോ. ഒരു 3 ഇഞ്ചിലും ഓപ്പണിങ് കൊടുക്കുക, അല്ലെങ്കിൽ സിബ് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇടാൻ കുറച്ച് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 വശവും ഞാൻ ഇതേപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. മടക്കി തയ്ച്ചിട്ട് അതിലും ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 4 ഇഞ്ചിൽ സെൻറ്ററിൽ കട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി നെക്ക് ഫിനിഷ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് വെക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കിയിട്ട് വെക്കുക. എന്നിട്ട് ആ ടോപ്പ് പോർഷനിൽ ഒന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഭാഗത്ത് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓൾറെഡി നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തതാണ്, എന്നാലും സൈഡിലൊക്കെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ഇത് മറിച്ചെടുക്കുക, എന്നിട്ട് ഒന്നും കൂടി പതിച്ചടിക്കുക. ഇങ്ങനെ അടിച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മടക്കി തയ്ച്ചതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മടക്കി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നിങ്ങൾക്കത് ഹെമ്മിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പുറത്തേക്ക് കാണാത്ത രീതിയിൽ ഹെമ്മിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഹൂക്കോ അതുപോലെ ബട്ടണോ എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ ഭാഗം ഒന്ന് ക്ലോസും കൂടി ചെയ്യാം കേട്ടോ. ഇനി ഫ്രണ്ടിലെ പീസിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സൈഡിലുള്ള പീസും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട്, അതായത് നല്ല വശത്തിൻ്റെ മുകളിൽ ആ പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് സൈഡും കൂടി ജോയിൻ ചെയ്യുക. ഇവിടെ നമ്മൾ യെല്ലോ കളറൊന്നും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല, ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു സ്റ്റിച്ച് എന്താ പറയുക, ഈ ഒരു ഭാഗത്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഷോൾഡർ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഷോൾഡറിന് 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാൻ വേണ്ടി പറഞ്ഞത് നമുക്കിവിടെ ഒരു സ്റ്റിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. നല്ല വശത്തിൻ്റെ മുകളിൽ, ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വയ്ക്കുക. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ സ്ലീവും കൂടി വരുന്ന ഭാഗം ഒന്നിച്ച് വരുമ്പോൾ തോനെ ഉണ്ടാവും. അപ്പം വിഷമിക്കേണ്ട, കാരണം നമുക്കത് സ്ലീവും കൂടി വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തെടുക്കുക. 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഷോൾഡർ വിട്ടു പോകും. അപ്പോൾ 2 സ്റ്റിച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ 2 വശത്തും ചെയ്യാം കേട്ടോ. 2 സൈഡിലും ഇതേപോലെ ആ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുത്ത ഭാഗം ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് നമ്മളൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ച് ഉള്ളോട്ടേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സ്ലീവ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സ്ലീവിൻ്റെ അവിടെ മുതൽക്ക് നമുക്കൊന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്യാം. സൈഡ് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു 9 ഇഞ്ചിൽ ഷേപ്പ് വരുന്ന ഭാഗത്ത് ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കട്ടിൻ്റെ 2 സൈഡിലേക്കായിട്ട് 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് എത്തുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് രണ്ടാമത്തെ പോയിൻ്റ് മുതൽക്ക് സ്റ്റിച്ച് ചെയ്യുക. അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ലോക്ക് ചെയ്യണം. എന്നിട്ട് താഴെ വരെ നമ്മൾ ഷേപ്പ് അനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ തന്നെ 2 സൈഡും ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം സെൻറ്ററിലുള്ള പീസുമായിട്ട് അറ്റാച്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ സ്റ്റിച്ചും കഴിഞ്ഞിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമേ ഇത് ചെയ്തതിൻ്റെ ശേഷം സെൻറ്ററിലെ പീസുമായിട്ട് ഇത് അറ്റാച്ച് ചെയ്തെടുത്താലും മതി. ഇതുപോലെ നമ്മൾ 1 ഇഞ്ച് വിടുത്തുള്ള അത്യാവശ്യം ലെങ്ത്തുള്ളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ഒരു മടക്ക് മടക്കുക, പിന്നെ ഒരു മടക്ക് മടക്കുക, എന്നിട്ട് ഒന്നും കൂടി മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ തയ്ക്കുന്ന സമയത്ത് എത്രത്തോളം കട്ടി കുറച്ച് തയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറച്ച് തയ്ക്കുക. അതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് വിടുത്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഭാഗത്തേക്ക് തന്നെ 2 പീസ് വേണം. അങ്ങനെ 2 ഭാഗത്തേക്കും കൂടി ആകുമ്പോൾ 4 പീസ് വേണം കേട്ടോ. ഇനി നമ്മൾ ചീത്തവശം എടുക്കുക, കാരണം നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ചീത്തവശം എടുക്കുക. ചീത്തവശം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു ഓപ്പണിങ് കാണാം. ആ ഓപ്പണിങ് വരുന്ന ഭാഗത്ത് ഇതേപോലെ നമ്മൾ 1.5 ഇഞ്ച് വിടുത്തുള്ളൊരു പീസ് എടുത്തിട്ട്
അതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കി കൊടുക്കുക. ടോപ്പ് പോർഷൻ ഉള്ളോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് സൈഡും ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ മടക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു 2 പീസും കൂടി അറ്റാച്ച് ചെയ്തൊരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, സൂചി ഇറക്കി നിർത്തുക. ഫൂട്ടർ പൊക്കി കൊടുത്തിട്ട് നമ്മൾ തുണി ഒന്ന് ചരിച്ച് കൊടുക്കുക. ചരിച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള കയറുണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആ കയർ ഇങ്ങോട്ട് ഇളകിപ്പോരും. അപ്പോൾ കറക്റ്റ് ആ ഒരു അവിടെ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നമ്മൾ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുക. ലോക്ക് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കാരണം നേരത്തെ കൊടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിൻ്റെ ആ ഭാഗത്ത് തന്നെ വരണം കേട്ടോ നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച്. അപ്പോൾ 3-4 പ്രാവശ്യം ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ കയറ് ഊരിപ്പോരും നമ്മൾ വലിക്കുമ്പോൾ. അപ്പോൾ 3-4 പ്രാവശ്യം ലോക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഓപ്പോസിറ്റ് സൈഡും നമ്മൾ ഇതേപോലെ കുറച്ച് ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ ഒരു കയറ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. ഒരു സൈഡിൽ നമുക്ക് 2 ഭാഗത്ത് ചെയ്യാനുണ്ടാവും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും 2 ഭാഗത്ത് നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം സെൻറ്റർ പീസും ഇതുമായിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോൾഡർ രണ്ടും രണ്ടായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ടൈ ചെയ്യാം. 2 സൈഡിലായിട്ട് നമുക്ക് കുട്ടീൻ്റെ അളവിനനുസരിച്ചിട്ട് വേസ്റ്റിൻ്റെ അവിടെ ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, താഴ്വശം നമുക്ക് ഇതേപോലെ ചെറുതാക്കിയിട്ടൊന്ന് മടക്കി തയ്ക്കുക എന്നുള്ളതും കൂടിയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ താഴ്വശം കൂടി ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നെക്കിൻ്റെ പോർഷനിലൊക്കെ ഞാൻ ബാക്കി ഭാഗം കൂടി ഇതേപോലെ ലേസി ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ താഴത്ത് നമ്മൾ കുറച്ച് ടാസിൽസ് ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുപോലെ എന്താ പറയുക, നമ്മൾ ഈ ഒരു വലിക്കുന്ന ആ ഒരു ടൈ ഉണ്ടല്ലോ, അതിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹൈലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഭംഗിയായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.